കാണുന്ന ഗേറ്റ് കടന്നു പോകുമ്പോൾ ഒരു കാട്ടുവഴിയായി തോന്നാമെങ്കിലും ഇത് നേരെ ചെന്നെത്തുന്നത് തിരുവിതാംകൂർ ചരിത്രം പറയുന്ന സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനുകളിൽ ഒന്നായ അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ്. കുട്ടിക്കാനത്ത് നിന്നും ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താൻ സാധിക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിലാണ്. തിരുവിതാംകൂറിൽ തായ്വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിന്റെ സഹോദരിക്കായിരുന്നു. രാജാവിന്റെ പത്നിക്ക് അമ്മച്ചി എന്ന പദവിയും. അങ്ങനെയാണ് രാജാവിന്റെ പത്നി താമസിച്ചിരുന്ന കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നത്. ിലധികം വർഷം പഴക്കമുള്ള ഈ കൊട്ടാരം തിരുവിതാംകൂർ രാജകുടുംബത്തിലെ വേനൽക്കാല വസതിയായിരുന്നു. കൊട്ടാരം എന്ന പേരുണ്ടെങ്കിലും ഇന്ന് തീർത്തും ജീർണാവസ്ഥയിലാണ് ഇവിടെ കാണപ്പെടുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. പത്തൊൻപതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ JD മൺട്രോയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് ഈ അമ്മച്ചി കൊട്ടാരം. തേയിലയും കാപ്പിച്ചെടികളും വളരുന്ന തണുത്ത കാലാവസ്ഥയുള്ള ഈ ഉയർന്ന പ്രദേശം പ്രധാനമായും മഹാരാജാവിന്റെ ഭാര്യമാർക്ക് വിശ്രമ കേന്ദ്രമായി ഇവിടം ഉപയോഗിച്ചിരുന്നു. ആയിരത്തി 1924 മുതൽ റാണി സേതു ലക്ഷ്മിബായി തമ്പുരാട്ടി റീജന്റ് ആയിരുന്നപ്പോൾ 6 മാസം തിരുവനന്തപുരത്തും 6 മാസം ഈ കൊട്ടാരത്തിലുമായാണ് ഭരണം നിർവഹിച്ചിരുന്നത്. അന്ന് ഇവിടമാണ് നിയമസഭ കൂടിയിരുന്നത്. ഈ അപ്പൂപ്പനാണ് വർഷങ്ങളായി ഇവിടം നോക്കി നടത്തുന്നത്. പേര് ധർമ്മരാജ് എന്നാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തുക കൊടുത്താൽ നമുക്ക് അതിനകത്ത് കയറി കാണാൻ സാധിക്കും. വർഷങ്ങളായി അദ്ദേഹം ഇവിടെ തന്നെയാണ് താമസവും. ധാരാളം സൂര്യപ്രകാശം മുറിക്കകത്തേക്ക് വരുന്ന വിധത്തിലുള്ള 2 ഫ്രഞ്ച് ജനാലകളും ഗ്ലാസ് കൊണ്ടുള്ള വാതിലുകളും ഈ റൂമിലുണ്ട്. അടുത്ത ഇടനാഴി കടന്നെത്തുന്നത് റാണിയുടെ റൂമിലേക്കാണ്. പുറത്തു നിന്നുള്ള സൂര്യവെളിച്ചം മാത്രമേ ഇവിടെയുള്ളൂ എന്നതിനാൽ തന്നെ ഇവിടം മുഴുവനും ഇരുട്ട് പരന്നു കിടക്കുകയാണ്. അന്നത്തെ കാലത്തുള്ള കുറച്ച് ഫർണിച്ചറും ഒരു പിച്ചള പ്രതിമയും മാത്രം കാണാം. തണുപ്പകറ്റാൻ തീയെരിയിക്കുന്ന ഒരു ചിമ്മിനിയാണ് ഇവിടെ ഉള്ളത്. ഈ കൊട്ടാരം ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് ഉള്ളത്. വർഷങ്ങൾക്ക് മുൻപേ കൊട്ടാരത്തിന്റെ ഉടമസ്ഥതയിലുള്ള തർക്കത്തെപ്പറ്റി പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നതാണ്. ഇനി നേരെ നമ്മൾ എത്തുന്നത് നടുമുറ്റത്തിലാണ്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് നിർമ്മിച്ച ഈ കൊട്ടാരത്തിൽ പരമ്പരാഗത 4-കെട്ട് ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം. വളഞ്ഞ ഇടനാഴികൾ, വിശാലമായ മുറികൾ, ഡ്രോയിങ് റൂം, ഡൈനിങ് റൂം, അടുക്കള, വിസിറ്റിംഗ് റൂം, അസംബ്ലി ഹാൾ എന്നിവ
ഇതിൽ ഉൾപ്പെടുന്നു. കേരള ശൈലിക്ക് പുറമെ വൈദേശിക ശൈലികളും ഇവിടെ കാണാം. ഇതിന്റെ മേൽക്കൂരകൾ മുഴുവനും തടി കൊണ്ടും തറ ടൈല് കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു. റാണി മഞ്ഞളും മൈലാഞ്ചിയും ഒക്കെ അരച്ചെടുത്തിരുന്ന ഒരു കല്ലാണിത്. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാം, നിർമ്മാണം നടന്ന സമയത്ത് എത്ര ആഡംബരപൂർവമായാണ് ഇവിടം കാണപ്പെട്ടിരുന്നതെന്ന്. ഈ വലതുവശത്തുള്ള വാതിലിനപ്പുറം ഒരു രഹസ്യ തുരങ്കമാർഗമുണ്ട്. അത് ചെന്നെത്തുന്നത് പീരുമേടിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇപ്പോൾ ആ വഴിയെല്ലാം അകത്തേക്ക് കയറാനാകാത്ത വിധം അടഞ്ഞു കിടക്കുകയാണ്. ഈ പടവുകൾ ഇറങ്ങിയെത്തുന്നത് താഴോട്ടുള്ള റൂമുകളിലേക്കും അടുക്കളയിലേക്കും ഡൈനിങ് ഏരിയയിലുമൊക്കെയാണ്. സിനിമ ഷൂട്ടിങ്ങുകാർ ഇവിടെ ഉപേക്ഷിച്ചു പോയ ഒരു ശവപ്പെട്ടിയാണിത്. കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോകുന്ന ഈ കൊട്ടാരത്തിന് സിനിമാക്കാരുടെ സംഭാവന എന്നോണം ഇത്തരത്തിൽ ഇവിടെ കാണുന്ന പല വേസ്റ്റുകളും. അതുമാത്രമല്ല, ഇവിടെ ഇഴജീവികളും ഒക്കെയുണ്ട്. കണ്ടില്ലേ പാമ്പ് പടം പൊഴിച്ചിട്ടിരിക്കുന്നത്? കൂടിയ വിശാലമായ 3 മുറികൾ ഇവിടെയുണ്ട്. അതിൽ ആദ്യത്തേത് രാജാവിനും, രണ്ടാമത്തേത് അമ്മച്ചിക്കും, മൂന്നാമത്തേത് അമ്മച്ചിയുടെ വേലക്കാരികളുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ മുഴുവനും ഇരുട്ട് തന്നെയാണ്. മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ പൊട്ടിവീണ ഓടുകളും മച്ചുകളും മങ്ങിയ ചുവരുകളുമായി ചരിത്രം പറയാനെന്നോണം നിൽക്കുന്ന ഒരു കെട്ടിടം. സെറാമിക് കൊണ്ട് നിർമ്മിച്ച ഗംഭീരമായ വാഷ് ബേസിനുകളുള്ള ഒരു വലിയ ഡൈനിങ് ഹാളായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ അതിന്റെ അവസ്ഥ കണ്ടില്ലേ? ഒരേ സമയം അനവധി പരിചാരകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അടുക്കളയായിരുന്നു ഇത്. കെട്ടിടത്തിന്റെ അത്രയും പഴക്കമുള്ള ഒരു ആട്ടുകല്ലും ഇവിടെ കാണാം. മേൽക്കൂര നഷ്ടപ്പെട്ട് എത്ര പരിതാപകരമായിരിക്കുന്നു ഈ ചരിത്ര മന്ദിരം. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഇവിടെ ഒരു ഭൂഗർഭ പാത ഉണ്ട്. അത് കാലപ്പഴക്കം കാരണം മൂടപ്പെട്ടിരിക്കുന്നു. തടിയും ഓടും കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര പകുതിയും നശിച്ചിരിക്കുന്നു. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. വിശിഷ്ടവും വിലയേറിയതുമായ ചരിത്രശേഷിപ്പുകൾ. ഇനി തിരികെ നടക്കുകയാണ്. 200 വർഷത്തിലധികം പഴക്കമുള്ള ഈ കൊട്ടാരം ഏകദേശം 25 ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ദ്രിയം, കാർബൺ, പൈലറ്റ്, ലൂസിഫർ ഉൾപ്പെടെയുള്ള സിനിമകളുടെ ലൊക്കേഷനായും ഈ കൊട്ടാരം ഉപയോഗിച്ചിട്ടുണ്ട്. നാശോന്മുഖത്ത് നിൽക്കുന്ന ഈ കെട്ടിടം ചരിത്രത്തിലേക്ക് എത്തി നോക്കുമ്പോൾ
അത്യാഡംബരത്തിൻ്റെയും രാജകീയ വാഴ്ചയുടെയും കഥകളാണ് പറയാനുള്ളത്. പൊളിഞ്ഞു വീണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നശിക്കുന്നത് ഓരോ കേരളീയൻ്റെയും പ്രൗഢിയുടെ ചരിത്രമാണ്. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കാൻ മലയാളികൾക്ക് അറിയില്ല എന്നത് തികച്ചും ലജ്ജിക്കേണ്ട കാര്യമല്ലേ? ഈ കാണുന്ന നിങ്ങൾ പറയൂ, ഇങ്ങനെയാണോ നമ്മുടെ ചരിത്രശേഷിപ്പുകൾ സൂക്ഷിക്കേണ്ടത്? പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. എങ്കിലും എത്ര കണ്ടു നടക്കുമെന്നറിയില്ല. നമ്മുടെ കൺമുന്നിൽ തന്നെ എത്രയെത്ര ചരിത്രശേഷിപ്പുകളാണ് ഈ വിധം നശിക്കുന്നത്.